ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ നിമിഷം ചിന്തിക്കുന്ന വ്യക്തി എന്തായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും ഈ നിമിഷത്തിലുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന നിമിഷത്തിൽ ഈ വ്യക്തി എന്ത് സിറ്റുവേഷനിലാണ്, എന്ത് എനർജിയിലാണുള്ളത്, അവരെന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെൻറ്റിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അവർ ഒരുപാട് ആങ്ഷ്യസ് ആണ്. അവരെന്തോ ഒരു സങ്കടം അവരുടെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിഗ്രറ്റും അവരുടെ മുഖത്ത് ഫീൽ ആവുന്നുണ്ട്. അവരെന്തോ ചില മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർക്കതിന് കഴിയുന്നുണ്ടാവില്ല. എന്തോ വലിയ ചില തടസ്സങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അവർ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആൻഡ് യെസ്, തീർച്ചയായിട്ടും അതിനുള്ള ഡോർ അവർക്ക് മുന്നിൽ ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ്. ഡോർ ടു വാല്യൂ എന്നുള്ളതാണ്. അതായത് ആ ഒരു എനർജിയിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെയധികം ഡ്രെയിനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനർജി. അതുപോലെ തന്നെ ആ വ്യക്തി അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കും. അതിനായിട്ട് തന്നെ അവർ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള ഒരു പാത്താണ് സ്പിരിച്വൽ പാത്ത് എന്നുള്ളത്. ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ തന്നെ അവർ ഈ ഒരു സമയത്തുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹത്തിലാണുള്ളത്. ആൻഡ് യെസ്, ബ്ലോസമിങ് അബൻഡൻസ്, എല്ലാ കാർഡും പോസിറ്റീവായിട്ട് തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപാട് വേദനിക്കുന്നുണ്ട്. അത്രയും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഡെയിലി ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടെന്നറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന മൊമെൻ്റാണ്. നമ്മൾ ഈ മൊമെൻറ്റിലുള്ള എനർജിയാണ് നോക്കുന്നത്. സോ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് 3 കാർഡ് തന്നെ നമുക്ക് പോസിറ്റീവ് എനർജീസ് ആണ് തന്നിരിക്കുന്നത്. യെസ്, നിങ്ങൾ കുറച്ചധികം പോസിറ്റീവ് എനർജിയിലേക്ക് വരേണ്ടതായിട്ടുള്ളതുണ്ട്. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ യെസ്, അവർ ഇപ്പോഴുള്ള എനർജിയിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒട്ടും തന്നെ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അവർക്ക് അവിടെ ഒരുപാട് ഹാർഡായിട്ടുള്ള എന്താണ് അവസരങ്ങൾ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അവിടെ എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അവർ എത്രയും വേഗം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളത് പോലെ തന്നെ അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തി ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് അതിനായിട്ടുള്ള ഒരു സ്ട്രഗിൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലായിരുന്നാലും ഏജിലായിരുന്നാലും ചില ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരണം എന്ന് വ്യക്തി ചിന്തിക്കുകയാണ്. അതായത് ഇപ്പോൾ എന്ത് കുറവാണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നുള്ളത്, ആ ഒരു കുറവ് നികത്തണം എന്ന് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇവർക്ക് കുറച്ച് ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇനി ഫാമിലി ഒപ്പോസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഫാമിലിയുടെ അംഗീകാരത്തോടു കൂടി തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,
യെസ്. അതുപോലെ തന്നെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി ഒപ്പോസ്ഡ് ആണെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അത് എല്ലാം അവർക്ക് അനുകൂലമായിട്ട് വരണം, ഫാമിലി എല്ലാം അവരുടെ കൂടെ നിൽക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് പക്ഷെ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അവർ ഫാമിലിയുടെ ഒപ്പം നിന്നാൽ നിങ്ങൾ നഷ്ടപ്പെടും, നിങ്ങളുടെ ഒപ്പം നിന്നാൽ അവർക്ക് ഫാമിലിയെ നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിലെന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ടൊരു വ്യക്തിയെ കാണുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു പ്രതിബന്ധം തന്നെ നിങ്ങളെയും ഈ വ്യക്തിയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിലും ഫ്യൂച്ചറിൽ അവർ വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജിയിലായിരിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഫൈനലി ഈ വ്യക്തി ആ ഒരു ഡെസ്റ്റിനേഷൻ, ആ വ്യക്തിയുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അവരതിനായിട്ടുള്ള ചിന്തകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു പുതിയ തുടക്കം, നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഈ വ്യക്തിയിൽ നിന്നുള്ള കോളായിട്ടോ മെസ്സേജായിട്ടോ നിങ്ങളിലേക്ക് അത് വന്നെത്തും. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് യെസ്, അതുപോലെ തന്നെ അവർ നിങ്ങൾക്കുള്ള പ്രണയം ഇത്രയും നാളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇനി മുതൽ അവർ നിങ്ങളോട് ആ ഒരു പ്രണയം എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കാർഡ്സ് സ്പിരിച്വലി നിങ്ങളുടെ രണ്ട് പേരും അവേക്കൻഡ് ആകുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അത്രയും ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പോകാനാവില്ല. അവർക്ക് ചിലപ്പോൾ ചില പ്രഷർ കൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളെ വിട്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവരുടെ മനസ്സ് അതിനെ അനുവദിച്ചിട്ടുണ്ടാവില്ല. അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള എനർജിയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. സോ ഒരിക്കലും ആ വ്യക്തി ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടു പോകാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്. രണ്ടുപേരും സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. ആൻഡ് യെസ്, അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് വളരെയധികം ശൂന്യതയാണ് കൊണ്ടുവരുന്നത്. അവരുടെ ലൈഫിന് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ എന്തൊക്കെ നേടിയാലും അതൊന്നും തന്നെ അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്നില്ല. നിങ്ങളില്ലാതെ അവർക്ക് യാതൊരു കാര്യങ്ങളിലും നേട്ടമുണ്ടാവില്ല എന്നവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവർക്ക് അതിനായിട്ടുള്ള ഫലങ്ങൾ, അതായത് അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കുള്ള ഫലങ്ങൾ ഒത്തിരി തവണ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അവർ മനസ്സിലാക്കുന്നത് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള സത്യം തന്നെയാണ്. ആൻഡ് ഫൈനലി അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ എന്തോ ചില കാര്യങ്ങൾ അവരെ പിന്നിലേക്ക് കൊണ്ടുവരുന്നു. അതായത് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ അവർ ചില തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം. അത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ, എല്ലാം മറന്ന് നിങ്ങൾ അവരെ ലൈഫിലേക്ക് സ്വീകരിക്കുമോ എന്നുള്ള ചിന്ത കൊണ്ട് അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ടുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. ആൻഡ് റോൾ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷനിൽ അവർക്കതിനെ കഴിയുന്നില്ല എങ്കിൽ പോലും ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരാനുള്ള സാധ്യതകളുണ്ട്. ആ വ്യക്തിക്ക് അത്രയേറെ ഒരു ഇഷ്ടം നിങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.